നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോളുടെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടയായി. അതെന്തോ ഒരു പ്രോഗ്രാം ദുബായിലെങ്ങാണ്ട് വെച്ചുള്ള ഒരു പ്രോഗ്രാമിൽ ആളുകളുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പറഞ്ഞു. അതിനകത്ത് അനുമോൾ പറയുകയാണേ, അനീഷേട്ടനെ ഞാൻ തേച്ചിട്ടില്ല, അനീഷേട്ടനെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അതെന്തുവാടേ? അപ്പം നമ്മളൊക്കെ എന്താണ് കണ്ടത്? നമ്മളൊക്കെ ഇത്രയും കാലം സംസാരിച്ചത് എന്താണ്? അനുമോൾ അതിൻ്റെ ഉള്ളിൽ ആദില, നൂറ, ഷാനവാസ് അവരോടൊക്കെ സംസാരിച്ചത് എന്താണ്? അയ്യോ, ആ മനുഷ്യനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. 2 വർഷം കഴിയുമ്പോൾ പുള്ളിക്ക് 42 വയസ്സ്, എനിക്കത് ഓർക്കാനേ വയ്യ. ഞാൻ ചേട്ടനെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ലവ് ചിഹ്നം കാണിച്ചതും ഫ്ലൈങ് കിസ് കൊടുത്തതും എല്ലാം തമാശയ്ക്കല്ലേ. ആ മനുഷ്യൻ അങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ അപ്പാനിനോട് റീ എൻട്രി സമയത്ത് എന്താ പറഞ്ഞത്? ഇവിടെ ഹൗസിൽ കല്യാണം കഴിക്കാത്ത എല്ലാവരും വന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്താൽ ഞാൻ എല്ലാവരോടും യേസ് പറയണോ? ചേട്ടനല്ലാതെ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പുള്ളിയെ അച്ഛനായിട്ട് കാണണമെന്നൊക്കെയാണ് ചോദിച്ചത്. ഇതൊക്കെ പോട്ടെ, ലാലേട്ടൻ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ലാലേട്ടൻ ചോദിച്ചപ്പം വ്യക്തമായിട്ട് അനീഷ് കേൾക്കാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ആംഗ്യത്തോടു കൂടെ ലാലേട്ടനോട് എന്താണ് പറഞ്ഞത്? കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നല്ലേ കയ്യിൽ ഇങ്ങനെ മാല ഇടുന്ന ആ ആംഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആംഗ്യത്തോടെ പ്രേക്ഷകരും ലാലേട്ടനും എന്തായാലും കണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ഹൗസിൽ നിന്ന് വിന്നറായി ഇറങ്ങിയതിന് ശേഷം ലൈൻ കട്ട് ഇന്റർവ്യൂവിൽ എന്താണ് പറഞ്ഞത്? അനീഷേട്ടൻ ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചാൽ പോലും അത് പറ്റത്തില്ല എന്ന്. പുള്ളിയെ ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ ഗെയിം. അത് കഴിഞ്ഞ് ആളുകൾ വന്നിട്ട് മീഡിയക്കാർ വന്ന് വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ഒരു ബൈറ്റിൽ അനുമോള് പറയുന്നുണ്ട്, അതൊക്കെ ഗെയിം അല്ലേ, അതൊക്കെ ഗെയിം, അതൊക്കെ അവിടുത്തെ ഗെയിമിൻ്റെ അതെല്ലാം ഗെയിമിൻ്റെ പാട്ടെന്ന്. എന്നിട്ട് ഇപ്പം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത്. ആ പറച്ചിൽ കേട്ടതൊന്നും അനീഷ അനുമോള് സംസാരിച്ച് വന്നത് മുഴുവൻ കേട്ടോണ്ട് അവിടെ ഇരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അനീഷിനോട് അനുമോള് സമ്മതം പറയായിരുന്നെന്ന്, 2 വർഷം കൂടെ കഴിഞ്ഞ് കെട്ടാന്ന് പറയായിരുന്നെന്ന് ഉള്ള രീതിയിലാണ് അനുമോൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ പറയുന്നു സ്റ്റാർ മാജിക്കിൽ ഞാനും തങ്കച്ചേട്ടനും കണ്ടിട്ടില്ലേ, അത് ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ബോണ്ടായിരുന്നെന്ന്. അതിൻ്റെ കൂടെ പറയുന്ന എന്താ പറയുക, ഞാൻ തേച്ചിട്ടില്ല, എന്നെ അനീഷേട്ടൻ എന്നാ പറയുക അനിയത്തിക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ സംസാരങ്ങളെല്ലാം തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അനുമോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ പറഞ്ഞില്ല എന്ന് പറയാതെ. പക്ഷേ അനുമോൾ എന്താ എപ്പിസോഡൊന്നും കണ്ടില്ല. അനുമോൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങളൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ലെന്ന്. അനുമോൾ പറയുന്ന ഒരു എപ്പിസോഡിലും ഞാൻ അനീഷേട്ടനെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് വന്നിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇത് ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അനീഷ് തന്നെ പോയി പിന്നീട് സംസാരിക്കുന്ന സമയത്ത് അനീഷിനോട് നേരിട്ട് പറയുന്നില്ലേ, ഞാൻ ചേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അനീഷ് മാപ്പ് പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ പോകുന്ന ആ സമയത്തും അനുമോൾ അനീഷിനോട് തന്നെ നേരിട്ട് പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുവിന് എന്താ പറ്റിയത്? അനു ഇപ്പോഴും വീണ്ടും വന്ന് പുറത്ത് വന്ന് ഗെയിം കളിക്കുന്നു. എന്തിനാണ്? ഇപ്പോൾ ഇന്നലെ ആ വ്യക്തി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അതൊക്കെ ഗെയിമല്ലേ, കഴിഞ്ഞ കാര്യമല്ലേ, പുള്ളി അത് അവസാനിപ്പിച്ചു, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ചേട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ? അതിന് പകരമായിട്ട് അനുമോൾ കൊടുത്ത മറുപടി എന്താണ്? അനീഷിനെ അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അനീഷ് അങ്ങോട്ട് തേച്ച പോലെയാണല്ലോ പുള്ളിക്കാരി സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ വന്ന് നിന്ന് പുള്ളിക്കാരൻ ആദ്യം ഒരു പെങ്ങളെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കൂടുതൽ അടുത്ത് ഇടപെടിയുമ്പോൾ അനുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ആയപ്പോൾ പുള്ളിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. പെങ്ങളെ പോലെ ആണെന്ന് പറഞ്ഞാലുള്ളൂ, പെങ്ങളൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അതൊരു ഇഷ്ടമായി മാറുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇഷ്ടം തോന്നി പുള്ളിക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ പുള്ളിയോട് കൊടുത്ത മറുപടി ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. മറുപടിയിൽ നിന്ന് അനുവിന് അത് സമ്മതമല്ലെന്ന്. അനു പറഞ്ഞു വന്ന കാര്യങ്ങൾ അത്രയും കേട്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും അത് പുള്ളിയെ ഇഷ്ടമല്ല എന്നാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ തന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് വെറും ഡ്രാമയായിരുന്നു, അല്ലെങ്കിൽ വെറുതെ ആയിരുന്നു എന്ന് ആ പുള്ളിക്ക് മനസ്സിലായ പുള്ളി അത് അവിടെ നിന്ന് എണീറ്റ് പോയി. അങ്ങനെയൊന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പുള്ളിയുടെ അബദ്ധം പുള്ളി മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോയത്. ആ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് ആ ഹൗസിൽ അന്ന് മൊത്തം ആ കാര്യം കൊണ്ട് ഷാനവാസിനോടും അവരോടൊക്കെ സംസാരിക്കുന്ന രീതി എല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. ലൈവിൽ കൂടെയും കുറേയൊക്കെ എപ്പിസോഡിലും വന്നിട്ടുണ്ട്. ആ എപ്പിസോഡൊന്നും അനുമോൾ വന്നിട്ട് കണ്ടില്ലേ പോലും. എല്ലാ പ്രേക്ഷകർക്കും അന്ന് അനീഷ് മുഴുവൻ കേൾക്കാൻ നിന്നായിരുന്നെങ്കിൽ എന്താ, ഇപ്പൊ കല്യാണത്തിന് സമ്മതമാണെന്ന് ഉറപ്പിച്ചിട്ട് വന്നേന്.
എന്തൊക്കെയാടേ ഈ പറയുന്നത്? ശരിക്കും പറഞ്ഞാ ഈ ഒരു വിഷയം ഇനി എടുത്ത് സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. അന്ന് തന്നെ സത്യം പറഞ്ഞാ ഈ ഒരു രീതിയിലൊന്നും അനുവിനെതിരെ അനീഷിനെ അത് വെച്ച് പുറത്ത് ഡീഗ്രേഡ് ചെയ്യുന്നതിനെതിരെ വീഡിയോ ചെയ്തതെന്നല്ലാതെ ഈ ഒരു വിഷയം ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നേ? അതായത് ആ ഒരു രീതിയിൽ ആണ് അനുവിനെല്ലാം ഒരു തമാശയാണ്. സ്റ്റാർ മാജിക് പോലെയാണോ ബിഗ് ബോസ് എന്ന റിയാലിറ്റി അതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ്. അതിലവര് പരസ്പരം അണ്ടർസ്റ്റുഡ് ആയിട്ട് അവർ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്തതാണ്. അതുപോലെയല്ല ബിഗ് ബോസ്. അതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ്. അത് ഗെയിം ഷോയൊക്കെ തന്നെയാണ്. ഗെയിം പലരും പല സ്ട്രാറ്റജീസ് ഒക്കെ കളിക്കുമെന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു ജീവിതം അവരവര് ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇഷ്ടങ്ങൾ ഇത് നാച്ചുറലി അതൊരു ഇഷ്ടമൊക്കെ ഒരു ഗെയിമായിട്ടാണ് എടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അത് ആദ്യമേ എടുക്കുമായിരുന്നു. ഈ ലാസ്റ്റ് മിനിറ്റിലല്ലല്ലോ. അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഗ്രാജുവലി ഉണ്ടായൊരു ഇഷ്ടമാണ് പുള്ളി പറഞ്ഞത്. അത് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് പറഞ്ഞല്ല. അനുവിനൊരു പക്ഷേ അതെല്ലാം ലവ് ട്രാക്ക് കളിക്കാൻ നോക്കിയതും അല്ലെങ്കിൽ അനീഷിൻ്റെ കൂടെ കാണിച്ചതും പ്രവീണിൻ്റെ കൂടെ കാണിച്ചത് അല്ലെങ്കിൽ ആര്യൻ്റെ കൂടെ കാണിക്കാൻ നോക്കിയതെല്ലാം ഒരുപക്ഷെ ഗെയിമിൻ്റെ പാർട്ടായിരുന്നായിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല. അപ്പോൾ അനു അതൊക്കെ അവിടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് സ്റ്റാർ മാജിക് പോലെയുള്ളൊരു ഷോ അല്ല. അതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. അതിൽ വരുന്ന ജെന്യുവൻ ഫീലിങ്സ് ഒക്കെയാണ് വരുന്നത്. മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ചിട്ട് ഗെയിം കളിക്കാൻ നോക്കല്ലേ. എന്നിട്ട് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞ് അനീഷ് ഇന്നലെ മൈജിയുടെ ഗിഫ്റ്റൊക്കെ കിട്ടി. അതിൻ്റെ അകത്ത് മീഡിയയോട് സംസാരിക്കുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ അറിഞ്ഞ് നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവരങ്ങനെയൊന്നും പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അനീഷിന് ഇഷ്ടമാണ് ആണെന്നാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു ഗെയിം വീണ്ടും കളിക്കുകയാണ്. ഒരു ജാതി വീണ്ടും ആ ഒരു സബ്ജക്റ്റ് ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ആണോ അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വീണ്ടും അത് ചർച്ചാ വിഷയമാക്കണം? അല്ലെങ്കിൽ അത് അവിടെ ക്ലോസ് ആയി കഴിഞ്ഞൊരു വിഷയമല്ലേ? അനീഷ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. അനുവിന് അതുപോലെ ചെയ്ത ചേട്ടനെ പോലെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാവുന്നല്ലേ ഉള്ളൂ. വീണ്ടും അത് ഇങ്ങനെയുള്ളൊക്കെ ഒരു ഡിസ്കഷനിലേക്ക് പോയത് അനുവിൻ്റെ ആ പറച്ചിൽ നിന്ന് തന്നെയല്ലേ. എന്തായാലും എനിക്കത് കണ്ടപ്പോൾ അത് അത്ര നന്നായിട്ട് തോന്നിയില്ല. അത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവരെ കുറ്റം പറയാൻ വരരുത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.